ഒരമ്മ എന്ന നിലയിൽ ചോദ്യം ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ലൈഫിലെ 2 ഇൻസിഡൻറ്റുകളെ പറ്റി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവാണ്. ഫസ്റ്റ് ഇൻസിഡൻറ്റ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഡയപ്പർ ഇടിയിച്ച് വീടിന് വെളിയിൽ നിർത്തിയിരിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ള ആളുകളുടെ കയ്യിൽ കുഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുവഴി പോയ ഒരു ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നു, കുഞ്ഞിനെ ഇങ്ങനെ ഡയപ്പർ ഇടിയിക്കരുത്, എപ്പോഴും ഡയപ്പർ ഇടിയിക്കരുത്, അത് കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അപ്പം എപ്പോഴും ഇങ്ങനെ ഡയപ്പർ ഇടിയിക്കരുത്. അതേപോലെ എൻ്റെ വീട്ടിൽ എനിക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ മരുമക്കളെ സമ്മതിക്കത്തേ ഇല്ല ഇത് ഇടിയിക്കാനായിട്ട്. വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പം ഇട്ടോട്ടെ, വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ സമ്മതിക്കത്തേ ഇല്ല ഇടിയിക്കാനായിട്ട്. ഏറിപ്പോയാൽ കുറച്ച് തുണി കഴുകണം എന്നല്ലേ ഉള്ളൂ, കുഞ്ഞ് ആ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരത്തില്ലല്ലോ, അപ്പം നമുക്ക് ഈ തുണി അങ്ങ് കഴിയാൽ മതി, അതായത് എൻ്റെ മരുമക്കൾ ആ തുണി അങ്ങ് കഴുകിക്കോളും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. രണ്ടാമത്തെ ഇൻസിഡൻറ്റ്, എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, കുറച്ചധികം സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കുന്നു, നീ എപ്പോഴും കുഞ്ഞിനെ ക്യാരി ബാഗിലാണ് കൊണ്ടു നടക്കുന്നത്, അത് കുഞ്ഞിൻ്റെ നടുവിന് പ്രശ്നം ഉണ്ടാക്കുക, 24 മണിക്കൂറോ കുഞ്ഞിനെ ക്യാരി ബാഗിലാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ 2 ഇൻസിഡൻറ്റുകളാണ്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഡയപ്പർ ഇടിച്ച് വെളിയിൽ നിർത്തുന്ന സമയത്ത് അതുവഴി പോയപ്പോൾ അത് കണ്ടു വന്ന ഒരാളാണ് പറയുന്നത്, എപ്പോഴും കുഞ്ഞിനെ ഡയപ്പർ ഇടിക്കരുത്. ഇവരെപ്പോഴും എൻ്റെ കൂടെയാണോ താമസിക്കുന്നത്? എപ്പോഴും ഞാൻ ഡയപ്പർ ഇടിക്കുന്നുണ്ടോ ഇല്ലയോ? എപ്പോഴൊക്കെയാണ് ഞാൻ ഡയപ്പർ ഇടിക്കുന്നത്? ഏതൊക്കെ സമയത്താണ് ഞാൻ ഡയപ്പർ മാറ്റി കൊടുക്കുന്നത്? അത് ഡയപ്പർ മാറ്റി കൊടുക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുഞ്ഞ് കാണിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ കാണുന്നുണ്ടോ? സെക്കൻഡ്, ഞാൻ കുഞ്ഞിനെ ക്യാരി ബാഗിൽ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്? ആ കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ടോ? കുഞ്ഞ് കൊണ്ടുപോയി എവിടെയാണോ എത്തേണ്ടത് ആ എത്തുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് ഞാൻ അതിനെ ക്യാരി ബാഗിൽ കൊണ്ട് നടക്കുക തന്നെയാണോ? വെളിയിൽ ഇറക്കുന്നില്ലേ? മറ്റാരെയും കൈക്ക് കൊടുക്കുന്നില്ലേ? അതിനെ ഒന്ന് കിടന്ന് റെസ്റ്റ് എടുക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നില്ലേ എന്നിവർ കാണുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണം, അവർക്ക് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അവിടെ തീർക്കണം. അത് മാത്രമേ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്ത്രീകളെയും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം ആൾക്കാരുണ്ട്, എപ്പോഴും ഉണ്ട്, ഒരാൾ ചെയ്യുന്ന കാര്യത്തിനകത്തിലെ കുറ്റം മാത്രം കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ. അതായത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇന്നത്തെ സ്ത്രീകളും ഇങ്ങനെയായിരിക്കണം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് തുണികൾ കഴുകാനുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുള്ളപ്പോൾ, ഇപ്പോൾ അത്രയും കഴുകാനുണ്ടോ? ഏതൊരു സ്ത്രീ ആണെങ്കിലും അവരെ രണ്ടുപേരും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരാൾ അനുഭവിക്കുന്ന ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കണം എന്നില്ല മറ്റൊരു സ്ത്രീ അനുഭവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വിഭാഗം സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ബുദ്ധിമുട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം. ഈ 2 ഇൻസിഡൻറ്റിനകത്തിലും അമ്മമാർക്ക് ഒരു അവയർനെസ് ഉണ്ടാകും, എത്ര നേരം എത്ര സമയം ഇത് ഡയപ്പർ വെച്ചേക്കണം, എത്ര നേരം കുഞ്ഞിനെ ക്യാരി ബാഗിൽ വെക്കണം, എപ്പോഴാണ് അതിന് റെസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു അവയർനെസ് എല്ലാ അമ്മമാർക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് ചുറ്റും നിന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും ആ കുഞ്ഞിനെ കൺസിഡർ ചെയ്തുകൊണ്ടോ അതിൻ്റെ ആരോഗ്യത്തെ മാത്രം മുൻനിർത്തിയോ പറയുന്ന ആൾക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതേപോലത്തെ പല ഇൻസിഡൻറ്റുകൾ നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു തോട്ടിൻ്റെ പുറത്ത് പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു.